കസ്റത്തുന്നൗം, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിച്ച് ഉറങ്ങാൻ എപ്പോഴും ഉറങ്ങാൻ ചിലർക്ക് പണി. നിങ്ങൾ അങ്ങനെ ഉറങ്ങലുണ്ടോ? ഇന്നാളിൻ്റെ ഇപ്പോൾ ഒരു കാക്ക ബഗ്ദാദിക്ക് പോയി. അയാൾ എന്നോട് പറഞ്ഞു, ഷാദുൽ ഇമാമിൻ്റെ അടുത്ത് പോയ ഉസ്താദ് എനിക്ക് പണിയൊന്നുമില്ല, നിങ്ങൾ ദ്വാരക്കണുണ്ടോ? പിന്നെ എന്തൊക്കെ പണി വെച്ചു? പണിയൊന്നും ഞാൻ രാവിലെ സുബ്ഹിസ്കാരം കഴിഞ്ഞാൽ സൂര്യ ഉദിക്കണ വരെ ഞാൻ ഇരിക്കും. സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉറങ്ങും. നല്ല മനുഷ്യനാണ്. സൂര്യ ഉദിക്കണതിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല. സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉറങ്ങും. ഉറങ്ങിയിട്ട് പിന്നെ 9 മണി വരെ ഉറങ്ങും. എന്നിട്ടോ 9 മണിക്ക് നീച്ചിട്ട് ഞാൻ നാസ്താക്കും. പിന്നെ ഞാൻ പിന്നെ ഉറങ്ങും ഉസ്താദാണ്. പിന്നെ ഉച്ചവരെ ഉറങ്ങുകയാണ്. ഉച്ചവരെ ഉറങ്ങിയിട്ട് പിന്നെ ഉച്ചക്ക് മൂപ്പര് കുളിച്ച് വൃത്തിയായി ഒഹറൊക്കെ നിസ്കരിച്ചിട്ട് ചോറൊക്കെ തിന്നിട്ട് പിന്നെ മൂപ്പരും പെണ്ണുങ്ങളെ കൂടിയിട്ട് സംയുക്തമായിട്ട് ഉറങ്ങുന്നതാണ്. റെഡി. അസറിന്റെ ശേഷം മൂപ്പര് ഉറങ്ങൂല, കാരണം ഭ്രാന്തനാവും. മഗ്‌രിബിന്റെ ശേഷം മൂപ്പര് ഉറങ്ങൂല. സുഖമില്ലാത്ത ആളുകൾ അന്നേരം ഉറങ്ങല്. ആ നല്ല മനുഷ്യനാണ്, മോശപ്പെട്ട ആളല്ല. ഇശ കഴിഞ്ഞാൽ ഹദ്ദാദൊക്കെ ചൊല്ലി 11 റക്അത്ത് വിത്ർ നിസ്കരിച്ച് ചോറ് തിന്നാണ്ട് പിന്നെ ഉറങ്ങുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരുമോ ചോദിച്ചു. ഉറങ്ങാതെ ഞാൻ വേറെ ഉറങ്ങും സാധനം. അപ്പം ഞാൻ അങ്ങനെ മനസ്സിലാക്കി, ഞാൻ ആർക്കെങ്കിലൊക്കെ ഈ ഉറക്കൂടി കുടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് ഇജാസത്ത് വാങ്ങിയാൽ മതി. ചില ഉസ്താദന്മാർക്ക് നല്ല ഉറങ്ങാൻ കഴിയും, നിങ്ങളല്ല. അതെ, ഞാൻ കുറവാണ്. അള്ളാൻ്റെ പെണ്ണൊരു മൂല്യം ഇവരോട് പോയാൽ ഉറങ്ങാൻ പോയാൽ എപ്പോഴും ഉറങ്ങും. ഭയങ്കര കൈവ ഉറങ്ങാണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എപ്പോഴും ഉറങ്ങും. അങ്ങനെ മൂപ്പർക്കുള്ള ടെൻഷൻ പിന്നെന്താ? എന്നോട് പറഞ്ഞു, ഉസ്താദ് എനിക്കൊരു കട ഉണ്ടായിരുന്നു ഒരു വയനാട് ഭാഗത്ത്, അത് നടത്താൻ കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ബദർമൗലി നിർച്ചയാക്കിക്കൂടെ? അങ്ങനെ ബദർമൗലി നിർച്ചയാക്കി. അങ്ങനെ ആ കട നടത്താൻ കൊടുത്ത് 2 ലക്ഷം റുപ്യക്ക്. അപ്പോൾ മൂപ്പരിനോട് വിളിച്ചു ചോദിച്ചു, ഉസ്താദെ ആ കട നടത്താൻ കൊടുത്തു, ഇനിയിപ്പോൾ ഞാൻ എന്താ കാട്ടു വെച്ചു. മൂപ്പർ ഭയങ്കര ടെൻഷൻ. അപ്പം ഞാൻ പറഞ്ഞു, ഉറങ്ങന്നെ, ഞാൻ അതിനെ പറ്റി ആലോചിക്കണ്ടല്ലോ. ആകണ്ടായ ടെൻഷൻ അതാ. അപ്പോൾ ഉറങ്ങാൻ. അപ്പോൾ കസ്റത്തുന്നൗം, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബനാ സല്ലല്ലാഹു അലൈഹി വസല്ലം.